റേഡിയോ സിയുവിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ടോക്കോണിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ടോക്കോണിൽ ഇന്ന് കൂടെയുള്ളത് വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. നമുക്കറിയാം, എഴുത്തുകാർ അവരുടെ രചനകൾ പുറം ലോകത്തെത്തുന്നത് പ്രസാധകരിലൂടെയാണ്, പബ്ലിഷിംഗ് ഗ്രൂപ്പുകളിലൂടെയാണ്. അങ്ങനെയാണ് പുസ്തകങ്ങളായി ഓരോ വായനക്കാരിലേക്കും എഴുത്തുകാരുടെ ചിന്തകൾ, അവരുടെ വാക്കുകൾ എല്ലാം എത്തുന്നത്. എന്നാൽ നമ്മുടെ എല്ലാം കാഴ്ചകളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം വഴികളിൽ നിന്നോ മാറി നിൽക്കുന്ന, വേറിട്ട് നിൽക്കുന്ന വ്യത്യസ്തമായ ചിന്തകളെ എഴുത്തിലേക്കും അതുപോലെ തന്നെ പുസ്തകങ്ങളിലേക്കും കൊണ്ടുവരുന്ന, ആ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സാക്ഷി എന്ന പബ്ലിഷിംഗ് ഗ്രൂപ്പിൻ്റെ അതിന് നേതൃത്വം വഹിക്കുന്ന പ്രസാധകൻ കൂടിയായിട്ടുള്ള, സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള കെ സുരേന്ദ്രൻ സാറാണ് നമ്മുടെ കൂടെയുള്ളത്. നമസ്കാരം സർ. നമസ്കാരം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, വ്യത്യസ്തമായ വഴികൾ തിരഞ്ഞെടുക്കുന്നവർ നമ്മുടെ ഈ ലോകത്ത് തന്നെ വളരെ വിരളമാണ്. അതും എഴുത്തിൻ്റെ, ഇപ്പോൾ നമുക്കറിയാം, വായന അനുദിനം അതിൻ്റെ രൂപം മാറിക്കൊണ്ടിരിക്കുകയാണ്. വായനയുടെ തോത് കുറയാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നുന്ന പല പല രീതികളിലേക്ക് കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രസിദ്ധീകരണത്തിലേക്കും ഈ ഒരു പ്രസാധകൻ എന്നുള്ള നിലയിലേക്കും എത്തിയത്? അതിൻ്റെ ഒരു സഞ്ചാരം എങ്ങനെയായിരുന്നു? പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെ എന്നെ മലയാളം പഠിപ്പിച്ച സാറോടൊപ്പം ചേർന്ന്, വാസുദേവൻ കൂപ്പാട്ട് എന്നാണ് അവരുടെ പേര്, അവരോടൊപ്പം ചേർന്നാണ് ഞാനൊരു മാസിക തുടങ്ങാനുള്ള തയ്യാറെടുപ്പ് നടത്തിയത്. മാഷ് അക്കാലത്ത് ധാരാളം എഴുതുമായിരുന്നു. മാഷുടെ ലേഖനങ്ങളും അഭിമുഖങ്ങളൊക്കെ അന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പോലും വരുമായിരുന്നു. അന്നാണെങ്കിൽ ഈ വായനയുടെ വസന്തകാലമായിരുന്നു. എല്ലാ വീട്ടിലും മംഗളവും മനോരമയും ജനനിയും ഈ ആഴ്ചയും തരംഗിണിയും ഒക്കെ വായിക്കുന്ന കാലം. വായനാ ലഹരി പിടിപെട്ട ആ കാലത്താണ് സാക്ഷി പോലുള്ള ഒരു പ്രസിദ്ധീകരണത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഇതൊരു വലിയ പബ്ലിഷിംഗ് ഗ്രൂപ്പായി, ഒരു ജോലിയായി ഒക്കെ മുന്നോട്ട് പോകാം എന്ന് കരുതിയാണ് ആരംഭിച്ചതെങ്കിലും പ്രസിദ്ധീകരണത്തിൻ്റെ ഗതി മാറുകയായിരുന്നു. അതിൽ വരുന്ന ലേഖനത്തെക്കുറിച്ച്, അതിൽ വരുന്ന അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചൊക്കെ ഇടയ്ക്കിടെ അഭിപ്രായം പറയുകയും അതിന് ശരിയായ ദിശ പകരുകയും ചെയ്യുന്ന ധാരാളം പേരുണ്ട്. അതിൽ ഒരാളാണ് യശസ്വരീയനായ TP രാജീവൻ സാറ്. രാജീവൻ സാറാണ്, നിങ്ങളുടെ മാസികയുടെ റെഗുലാരിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ അതിൻ്റെ കണ്ടൻറ്റിൽ വളരെയധികം വിയോജിപ്പുണ്ട്. ഇക്കാലത്ത് എന്താണ് ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ ദൗത്യം എന്ന് ചോദിക്കുന്നത്. ഇതോടുകൂടിയാണ് നമ്മളിങ്ങനെ വെറുതെ ഒരു മാസിക അച്ചടിച്ചിറക്കിയതുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുകയും വളരെ ഗൗരവമായ ചില ആലോചനകളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ജോൺ പതിപ്പും നെരൂദ പതിപ്പും അയ്യപ്പൻ പതിപ്പും കൃഷ്ണൻ നായർ പതിപ്പും ഒക്കെ ചെയ്യുന്നത്. അമാവാസിയിലെ ആത്മബലികൾ എന്ന പുസ്തകം വളരെ ഗൗരവമായി അക്കാലത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ്. എന്തുകൊണ്ടാണ് സാക്ഷി എന്നൊരു പേര്? നമ്മൾ ഈ ലോകത്ത് നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാഴ്ചകൾക്കും സാക്ഷിയായിട്ടാണോ ഈ പ്രസിദ്ധീകരണം ഉള്ളത്? തീർച്ചയായും മലയാളത്തിലൊരു ചാനൽ സാക്ഷി എന്ന പേരിൽ ഇറങ്ങുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ എത്രയോ മുമ്പാണ് സാക്ഷി എന്ന പ്രസിദ്ധീകരണം വരുന്നത്. അതിന് ഞാൻ ഒരു സാക്ഷിയായ കഥ കൂടിയുണ്ട്. അതുകൊണ്ടാണ് എനിക്കത് പറയണം എന്ന് തോന്നിയത്. വിളിച്ചു പറയാൻ ഒരാളുണ്ടാവണം, സത്യം പറയാൻ ഒരാളുണ്ടാവണം. അതുകൊണ്ടാണ് സാക്ഷിയായി തന്നെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നതും സാക്ഷി പുറത്തിറങ്ങുന്നതും. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാറിന് ഒരുപാട് ആത്മബന്ധമുള്ളൊരു ക്യാമ്പസ് കൂടിയാണ്. കാരണം ഒരുപാട് പേർ, വായനക്കാരായിട്ടുള്ളതും എഴുത്തുകാരും പ്രഗത്ഭരുമായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ഈ ഒരു ക്യാമ്പസിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എങ്ങനെയാണ് സാറിൻ്റെ ജീവിതത്തിൽ, അതുപോലെ തന്നെ ഈ ഒരു പ്രസാധക ജീവിതത്തെ സ്വാധീനിച്ചത്? അക്കാലത്ത് ഈ സാക്ഷരതാ തുടർ പഠന പരിപാടിയുടെ കോർഡിനേറ്ററായിരുന്നു MM സജീന്ദ്രൻ സാറ്. അദ്ദേഹം, എൻ്റെ പെങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സാക്ഷരതാ പ്രേരക്കായിരുന്നു. അദ്ദേഹവുമായുള്ള പരിചയപ്പെടലിൻ മൂലമാണ് യൂണിവേഴ്സിറ്റിയിൽ ഇതിൽ സാക്ഷിക്ക് വരിക്കാരെ ചേർത്താമെന്ന ഒരു സാധ്യത കണ്ടെത്തിയത്.
അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് അച്ചടിച്ച മാസികയും കൊണ്ടുവരുമ്പോൾ സജീന്ദ്രൻ സാർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങി വരികയും എന്നെ കൂടെ കൂട്ടി ഓരോ സീറ്റിലും മാസിക വിതരണം ചെയ്യുകയും അതിൻ്റെ വരിസംഖ്യ വാങ്ങിത്തരുകയും ചെയ്തു. അങ്ങനെ മാസിക വിതരണം ചെയ്യുന്ന കൂട്ടത്തിലാണ് എന്നോട് ഒരു സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു താടിയുള്ള ഒരു മെലിഞ്ഞ ചെറുപ്പക്കാരനെ ചൂണ്ടി പറഞ്ഞു, ഇതാണ് TP രാജീവൻ, ഈ വർഷത്തെ VT കുമാരൻ മാസ്റ്റർ അവാർഡ് ഇദ്ദേഹത്തിനാണ് കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ TP രാജീവനെ പരിചയപ്പെടുന്നത്. യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ എനിക്ക് EP പവിത്രൻ, രാജലക്ഷ്മി, കാരശ്ശേരി മാഷ്, ഡോക്ടർ ആർസു, ലൈബ്രറിയിലുണ്ടായിരുന്ന KG കാർത്തികേയൻ സാറ്, അസീസ് പട്ടാമ്പി, S പരമേശ്വരൻ, KG അടിയോടി, ചേമ്പിൽ വിവേകാനന്ദൻ, MM ബഷീർ തുടങ്ങിയ ഒട്ടനവധി പ്രഗത്ഭർ അന്ന് സാക്ഷിയിൽ എഴുതുമായിരുന്നു. സാക്ഷിക്ക് 200-ലധികം വായനക്കാർ, വരിക്കാർ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റിലും അതുപോലെ തന്നെ ADയിലും പരീക്ഷാ ഭവനിലൊക്കെ വരിക്കാരുണ്ടായിരുന്നു. കൂടാതെ ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോകുന്ന ഗാന്ധിജി യൂണിവേഴ്സിറ്റിയിലേക്കോ കേരള യൂണിവേഴ്സിറ്റിയിലേക്കോ ഒക്കെ മാറിപ്പോകുന്ന അവർ മുഖേന അത്തരം യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ വരിക്കാരെ ഉണ്ടാക്കിയെടുക്കാനും സാക്ഷിക്ക് അക്കാലത്ത് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ പുതിയ എഴുത്തുകാർ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ പുതിയ എഴുത്തുകാർ നേരിടുന്നൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് പ്രസാധകരെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. വലിയ പബ്ലിഷിംഗ് ഗ്രൂപ്പുകളൊന്നും പുതിയ എഴുത്തുകാരെ ചിലപ്പോൾ വേണ്ടത്ര അവരെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ എഴുത്തുകാരുടെ രചനകൾ സാക്ഷി പ്രസിദ്ധീകരിക്കാറുണ്ടോ? അവരെ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിൻ്റെയും ഗണേശ് പന്നിയത്തിൻ്റെയും അബു ഇരിങ്ങാട്ടിരിയുടെയും ആദ്യ പുസ്തകം പുറത്തിറങ്ങുന്നത് സാക്ഷിയിലൂടെയാണ്. അബു ഇരിങ്ങാട്ടിരി 25ഓളം പുസ്തകങ്ങൾ ഇറങ്ങി ഇപ്പോഴും സജീവമായി രംഗത്തുള്ള ആളാണ്. അതുപോലെ ഗണേശ് പന്നിയത്ത് ധാരാളം പുസ്തകങ്ങൾ പിൽക്കാലത്ത് ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൃതിയുടെ ഗോപുരവാതിലുകൾ എന്ന പുസ്തകം സാക്ഷിയുടെ 2ാമത്തെ പുസ്തകമാണ്. ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിൻ്റെ ആർക്കും വേണ്ടാത്ത ഒരു കണ്ണിൻ്റെ ആദ്യ പതിപ്പും സാക്ഷിയിലൂടെയാണ് പുറത്തിറങ്ങിയത്. ശിഹാബുദ്ദീൻ ഇപ്പോൾ പ്രശസ്തനാണ്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾ, ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ട്രാൻസ്ജെൻഡർ പോളിസി, ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. ഒരുപാട് ചർച്ചകൾ സമൂഹത്തിനകത്ത് ഇതിനോടകം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു തുടക്കം കുറിക്കാൻ സാധിച്ചു എന്ന് കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള എഴുത്തുകൾ സാക്ഷിയിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചോ? തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ധാരാളം യാത്രകൾ, ഒറ്റപ്പെട്ടവർ, അവശർ ഇവരെയൊക്കെ കണ്ടെത്തുന്നതിലാണ് ഞാൻ താല്പര്യം പ്രകടിപ്പിച്ചത്. അതുപോലെ ആദിവാസികളെക്കുറിച്ചും ട്രാൻസ്ജെൻഡേഴ്സിനെക്കുറിച്ചും കർഷകരെക്കുറിച്ചൊക്കെ പതിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചുള്ള പതിപ്പ് പുറത്തിറങ്ങുമ്പോൾ അത് തൃശ്ശൂർ വെച്ചാണ് പ്രകാശനം നടന്നത്. സാഹിത്യ അക്കാദമിയിൽ വെച്ച് അശോകൻ ചരുവിൽ ദീപ നിശാന്ത്, ഗീത ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു. ശീതൽ ഷാമിനാണ് കോപ്പി നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തത്. പിൽക്കാലത്ത് ഇവരെ സമൂഹം അംഗീകരിക്കുകയും സർക്കാർ വലിയ തരത്തിലുള്ള അംഗീകാരങ്ങളും ഇവർക്ക് നൽകി ഇവർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തി എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഇപ്പോൾ പുസ്തക പ്രസാധനം അല്ലെങ്കിൽ പുസ്തക പ്രസിദ്ധീകരണം എന്ന് പറയുന്നത് ഒരു തരത്തിൽ സാമൂഹ്യ പ്രവർത്തനമാണോ? അങ്ങയുടെ അഭിപ്രായം എന്താണ്? പുസ്തക പ്രസിദ്ധീകരണം ഒരിക്കലും അങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തനമല്ല. എൻ്റെ ഉള്ളിൽ അങ്ങനെയില്ലേ, ഒറ്റപ്പെട്ട് നടക്കുന്ന ധാരാളം ആളുകളില്ലേ, ചില സാമൂഹ്യ പ്രവർത്തനങ്ങളും അതുപോലുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യാൻ കഴിയുന്നത്. പുസ്തക പ്രസാധനം ഇന്ന് ഒരു കച്ചവട ചരക്കാണ്. ധാരാളം കാശുണ്ടാക്കാൻ ധാരാളം മതി. അത് എഴുത്തുകാരൻ്റെ അടുത്ത് നിന്ന് കാശ് വാങ്ങി പുസ്തകം ഇറക്കുക മാത്രമേ വേണ്ടൂ. അത് ഇന്ന് ലാഭകരമായ ബിസിനസ്സാണ്. ഈ പുസ്തക പ്രസാധന രംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോൾ ഒരുപാട് ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. ചില പുസ്തകങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് വായിക്കപ്പെടുകയും ചില പുസ്തകങ്ങൾ ആഘോഷിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നുണ്ട്. ആഘോഷിക്കപ്പെടാതെയോ ശ്രദ്ധിക്കപ്പെടാതെയോ പോകുന്നുണ്ട് എന്നുള്ളൊരു വാദം ഇപ്പോൾ ശക്തമാണ്. ഇപ്പോൾ താങ്കളുടെ അഭിപ്രായം എന്താണ്? അത് പറഞ്ഞത് ശരിയാണ്. തീർച്ചയായിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, അതായത് വാട്സപ്പ്, ഫേസ്ബുക്ക് മുതലായ മാധ്യമങ്ങളിലൂടെ
പുസ്തകങ്ങളെ വളരെ ആഘോഷച്ചരക്കാക്കുകയും വലിയ എഴുത്തുകാർ വരെ ഇതിന് പിന്തുണ നൽകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഒറ്റപ്പെട്ട ചില കൃതികളൊക്കെ വായിക്കാതെ പോകുന്നതുണ്ട്. അത് ഇക്കാലത്ത് ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. ഈ കാര്യത്തിൽ സാക്ഷി വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒട്ടും വായന ഇല്ലാതാകുന്ന കാലത്ത് കുറച്ചെങ്കിലും വായിക്കപ്പെടുന്നു ഈ സോഷ്യൽ മീഡിയ എന്ത് തന്നെയാണെങ്കിലും എന്നുള്ളതൊരു നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യമല്ലേ? പോസിറ്റീവാണ്. വായിക്കുന്നുണ്ട്, വായന മരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാലത്ത് നമുക്ക് നോക്കിയാൽ അറിയാം വായന എങ്ങനെയാണ് വായന മരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നതെന്ന്. നമ്മുടെ നാട്ടിൻപുറത്തെ ലൈബ്രറികളിൽ പഴയ പോലെ ആളുകൾ വരുന്നുണ്ടോ? ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ. പിന്നെ എങ്ങനെയാണ് വായന മരിക്കുന്നില്ല എന്ന് പറയുന്നത്? ധാരാളം പുതിയ വായനാ രീതികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ജ്യോതിഷം പോലുള്ള അല്ലെങ്കിൽ ഇങ്ങനെ പ്രത്യേക തരത്തിലേക്ക് വായന മാറിയിട്ടുണ്ട്. വായന തീർച്ചയായിട്ടും പഴയ കാലത്തേതുപോലെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പത്രങ്ങളൊക്കെ അത്രയ്ക്ക് അതിൻ്റെ ദാരിദ്ര്യം അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രസാധക രംഗത്ത് 30 വർഷത്തിലധികമായല്ലോ. അപ്പോൾ എഴുത്തുകാരിൽ നിന്നോ അല്ലെങ്കിൽ വായനക്കാരിൽ നിന്നോ ഉണ്ടായിട്ടുള്ള മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ അവർ പങ്കുവച്ചതോ ആയിട്ടുള്ള അനുഭവങ്ങളുണ്ടോ? അടിയന്തരാവസ്ഥയുടെ 20 വർഷം പൂർത്തിയാകുമ്പോൾ സോമൻ മാഷ് പറഞ്ഞു നമുക്കൊരു ലക്കം ചെയ്യാം. അത് ഏറ്റുപിടിച്ച് ഞാനും സുഹൃത്ത് പ്രദീപനും കൂടി യാതന എന്ന പേരിൽ ഹിംസാത്മകമായ വ്യവസ്ഥക്കെതിരെ പോരാടിയ ജനതയുടെ യാതന, ആ ടൈറ്റിൽ സോമൻ മാഷതാണ്. ആ പുസ്തകത്തിൻ്റെ 75% പണി തീർന്നു. പക്ഷേ അത് പ്രിൻ്റ് ചെയ്യാൻ അന്ന് കാശില്ലായിരുന്നു. ആ പുസ്തകം ഇപ്പോഴും ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥയുടെ 50 വർഷം പൂർത്തിയാകുമ്പോൾ ഞാനത് പുറത്തിറക്കണം എന്നാലോചിക്കുകയാണ്. എന്നാൽ കോവിഡ് കാലത്ത് ലിറ്റിൽ മാഗസിനുകളുടെ ജീവചരിത്രം എന്ന പുസ്തകം ഇറക്കുന്നതിന് വേണ്ടി പ്രസ്സുമായി ബന്ധപ്പെട്ട് കുറേ കാലതാമസമുണ്ടായി. പലപ്പോഴും കോവിഡിൻ്റെ ആധിക്യം കാരണം പ്രസ്സിൽ നിന്ന് സമയത്തിന് മാസിക കിട്ടാതെ വന്നപ്പോൾ ഒരു ദിവസം എൻ്റെ കോളേജിലെ അധ്യാപകൻ കൂടിയായ വിനോദ് സാർ പറഞ്ഞു, സുരേന്ദ്രേട്ട, ഞാനൊരു ചെക്ക് തരാം നിങ്ങൾക്കത് പ്രസ്സിൽ കൊടുത്താൽ അത് അടിച്ചു തരും അവർ. ഞാനൊരു ബ്ലാങ്ക് ചെക്ക് തരട്ടെ. ജീവിതത്തിൽ ഞാൻ കരഞ്ഞുപോയ നിമിഷമാണത്. അത് എനിക്ക് മറക്കാനാവാത്ത ഒരനുഭവമാണ്. മറ്റൊരനുഭവം കൂടി പറയുന്നത്, ശലഭജന്മങ്ങൾ പുറത്തിറങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് തൃശ്ശൂരിൽ നിന്ന് അരവിന്ദാക്ഷൻ സാറ് എന്നെ വിളിച്ചു. സുരേന്ദ്ര, പുതിയ മാസിക എങ്ങനെയുണ്ട് പുസ്തകമൊക്കെ അയച്ചു തുടങ്ങിയോ? എങ്ങനെയാണ്? സാമ്പത്തികം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഒന്നും ഇല്ല സർ, പുസ്തകം വിറ്റ് പോകും. എന്നോട് പറഞ്ഞു, എനിക്ക് റോയൽറ്റി കിട്ടിയിട്ടുണ്ട്, ഞാൻ കുറച്ച് കാശ് അയച്ചു തരാം, സുരേന്ദ്രൻ ബാങ്ക് ഡീറ്റെയിൽസ് അയച്ചു തരൂ. ഞാൻ വേണ്ട സർ എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. 4 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് പ്രമോദ് എനിക്കൊരു മെസ്സേജ് അയക്കുന്നു. അരവിന്ദാക്ഷൻ സാറ് ബാങ്ക് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, അത് എനിക്ക് അയച്ചു തരുന്നു. അപ്പോൾ ഇതൊക്കെ പ്രസാധക ചരിത്രത്തിൽ വലിയ ഒരു ആവേശം തരുന്ന ഒരു കാര്യമാണ്. സത്യത്തിൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു വലിയ സുഹൃത്ത് വലയം സാക്ഷിയോടൊപ്പമുണ്ട് എന്നത് തന്നെയാണ് വലിയ വിജയം. ഇപ്പോൾ നമുക്കറിയാം, ഈ പബ്ലിഷിംഗ് എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക ചെലവ് വരുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എങ്ങനെയൊക്കെയാണ് അതിനെ തരണം ചെയ്യുന്നത്? 2000 വരെയുള്ള കാലഘട്ടം ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള പ്രസ്സുകാർക്ക് കാശ് കൊടുക്കാതെ മാസിക തരാൻ സന്മനസ്സുള്ള പ്രസ്സുകാരന്നുണ്ടായിരുന്നു. ബാലൻ നായരും അതുപോലെ തന്നെ കരുണാകരൻ നായരും രുദ്രേട്ടനും പത്മനാഭൻ നായരൊക്കെ ശരിക്കും കാശ് കൊടുത്തിട്ടല്ല സാക്ഷി അച്ചടിച്ചു തന്നത്. എന്നാൽ 2000-ന് ശേഷം സാമ്പത്തിക സ്ഥിതിയൊക്കെ മാറി. എനിക്ക് കയ്യിൽ കാശുള്ള അതുകൊണ്ട് റെഡി ക്യാഷ് കൊടുത്ത് പുസ്തകം അച്ചടിച്ചു. എന്നാൽ ഈ പുസ്തകങ്ങൾ നല്ലതുപോലെ വിറ്റഴിക്കപ്പെടുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റ് തന്ത്രം. അമാവാസിയിലെ ആത്മബലികൾ എന്ന പുസ്തകമൊക്കെ എത്ര കോപ്പിയാണ് അച്ചടിച്ചത് എന്ന് പോലും എനിക്കറിയില്ല. കൈരളി ബുക്ക് സ്റ്റാളിൽ എല്ലാ ദിവസവും ഞാൻ കോപ്പി കൊണ്ടുപോയി കൊടുക്കുകയായിരുന്നു. അച്ചടിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ
ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമല്ലോ നാഴികക്കല്ലുകളായിട്ടുള്ള കൃതികൾ ഏതൊക്കെയാണ്? അത് തീർച്ചയായിട്ടും വളരെ ഗൗരവമായ ലക്കങ്ങളാണ് തിരഞ്ഞെടുക്കാറ്. ഇത് സുഹൃത്തുക്കളോടൊക്കെ ഇതിനെക്കുറിച്ച് പലവട്ടം ചർച്ച ചെയ്യുകയും ഏതൊക്കെ രചനകൾ ഇതിൽ ഉൾപ്പെടുത്തണമെന്നും ആലോചിച്ചാണ് ഓരോ പതിപ്പും തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അച്ചടിച്ച പുസ്തകങ്ങളൊന്നും തന്നെ എൻ്റെ കൈവശം സ്റ്റോക്കില്ല, ബാക്കി വന്നിട്ടില്ല. എല്ലാ പുസ്തകങ്ങളും ധാരാളം വിറ്റഴിഞ്ഞ പുസ്തകങ്ങളാണ്. അപ്പോൾ ശലഭജന്മങ്ങൾ എന്ന ലിറ്റിൽ മാഗസിയുടെ ജീവചരിത്രം പോലുള്ള ഒരു പുസ്തകം ഇറക്കുന്നത് 3 വർഷം കൊണ്ടാണ്. തീർച്ചയായിട്ടും ലിറ്റിൽ മാഗസിനുകളുടെ ചരിത്രത്തെക്കുറിച്ച് പ്രദീപ് അനങ്ങാടിൻ്റെ ഒരു പുസ്തകവും PK രാജശേഖരൻ്റെ ഒരു പുസ്തകവും ഉണ്ട്. എന്നാൽ എന്തായിരുന്നു അക്കാലത്തെ പ്രസിദ്ധീകരണങ്ങൾ എന്ന് വിശദീകരിക്കുന്നതാണ് ശലഭജന്മങ്ങൾ. തീർച്ചയായിട്ടും മലയാളി വായനാ സമൂഹം നെഞ്ചിലേറ്റിയ പുസ്തകം എന്ന നിലയ്ക്ക് എൻ്റെ അടുത്ത് അതിൻ്റെ ഒരു കോപ്പി പോലും ഇപ്പോഴില്ല. ഒരുപാട് സന്തോഷമുള്ളൊരു അഭിമുഖം തന്നെയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. കാരണം വ്യത്യസ്തമായിട്ടുള്ള രചനകൾ, വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളെ പുസ്തകങ്ങളായി പ്രസിദ്ധീകരിക്കുകയും അത് വായനക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ദൗത്യമാണ് അങ്ങയിലൂടെ നിർവഹിക്കപ്പെടുന്നത്. അപ്പോൾ അതിന് സാക്ഷിയാവാൻ നമുക്കും സാധിക്കുന്നു എന്നത് വലിയ അംഗീകാരം തന്നെയാണ്, വലിയ സന്തോഷം തന്നെയാണ്. താങ്ക് യു സോ മച്ച് സർ. തീർച്ചയായിട്ടും ഞാൻ വലിയ സന്തോഷത്തിലാണ്. ഈ ദിവസം എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുമ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് എനിക്ക് ഒരുപാട് ധാരണകൾ, ഞാൻ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ സ്ഥലങ്ങളാണ് ഇവിടെ. കാരശ്ശേരിൻ്റെ റൂമിലൊക്കെ നിരവധി തവണ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇതുപോലുള്ള ഒരു അംഗീകാരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വലിയ സന്തോഷമുള്ള ദിവസമാണ് ഇത്. നന്ദി, നമസ്കാരം. Talk on.